ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി നൽകുകയാണ് യോഗ പരിശീലനം കേരളത്തിൽ. ഇത് നിരവധിയായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. സ്ലിം യോഗ എന്ന യോഗ സെൻ്ററിലൂടെ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതുന്ന യോഗാചാര്യൻ കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് പി നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ അതിഥി സംവാദത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ പൊതുവെ യോഗ പരിശീലനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെയാണ് യോഗാചാര്യനായി മാറാം, യോഗിയാവാം എന്ന് തീരുമാനിക്കുന്നത്? ബേസിക്കലി ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. അതുവഴി ഞാൻ 93-94 മിസ്റ്റർ കേരള ബോഡി ബിൽഡറും കൂടി ആയിരുന്നു. പൊന്നാനി വെച്ച് മിസ്റ്റർ കേരള അടിച്ചാണ്. അപ്പോൾ അതുപോലെ ഫിസിക്കലി നമുക്ക് എല്ലാ ഫിറ്റ്നസ്സും നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് യോഗയിൽ കൂടെ ആകുമ്പോൾ കുറേയും കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒരുപാട് ജനങ്ങളിലേക്ക് ഈ യോഗയെ വഴി ഒരുപാട് രോഗങ്ങൾ മാറ്റാൻ സാധിക്കും. ഞാനൊരു രോഗിയായിട്ടാണ് യോഗിയായി മാറിയത്. അപ്പോൾ അതുപോലെ ഒരുപാട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനും സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയതാണ് ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ യോഗ പരിശീലിച്ചു തുടങ്ങി. പഠനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരുപാട് പേഷ്യൻസിന് നമ്മൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു. മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി വളരെ എഫക്റ്റായിട്ട് യോഗയ്ക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. മറ്റ് ഫിസിക്കൽ എക്സസൈസിന് ഒരു പരിമിതിയുണ്ട്, ഇതിലെല്ലാം കിട്ടുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഈ പൊതുവെ നിങ്ങൾ ടൈറ്റിൽ തന്നെ സ്ലിം യോഗ, ഇത് പൊതുവെ എനിക്കാണ് പൊതുവെ ചെറുപ്പക്കാർക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ശ്രദ്ധേയമാകുന്ന ഒരു സംഭവമാണ് സ്ലിം ആവുക എന്ന് വെച്ചാൽ മേധസ് കൂടി പോകുന്നത് പൊതുവെ നമ്മളാണ്. ഇതിനെ എങ്ങനെയാണ് ഒരു തെറാപ്പിസ്റ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് സ്ലിം യോഗയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡി മെറ്റബോളിസം ഫങ്ഷൻ നടത്തുക, പിന്നെ ഗുളികയില്ലാതെ ഒരു മനുഷ്യനെ നടത്തുക. അതായത് പല രോഗങ്ങളായിട്ട് വരുന്നു, അവർ രോഗമില്ലാതെ യോഗയിൽ കൂടെ തെറാപ്യൂട്ടിക്കൽ സെക്ഷൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് ഗുളികയില്ലാതെ നടക്കുന്നൊരു മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി പവർ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സെക്ഷനാണ്. ബ്രീത്തിങ്ങിന് പ്രാധാന്യം കൊടുത്ത്, പ്രാണായാമയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സെക്ഷനാണ്. ബോഡി ഫുള്ള് സ്വെറ്റായി ബോഡിയിലുള്ള ഫാറ്റെല്ലാം മൂവ് ചെയ്യാൻ പറ്റാവുന്ന യോഗയുടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. കപാലഭാതി അതേപോലത്തെ സെക്ഷൻസ് ചെയ്യിപ്പിച്ച് അവർ ഏത് പ്രായത്തിലും നമുക്കിത് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് യോഗ. ശരി രാജീവ്, എങ്ങനെയാണ് ഇതുപോലത്തെ ഇപ്പോൾ ഒരു പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഏജില്ല നോക്കാതെ തന്നെ അത്തരം പേഷ്യൻസിന് നേരിട്ട് വീട്ടിൽ പോയി അത്തരം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു? എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചിട്ട? എങ്ങനെയാണ് നമ്മൾ പല സോഷ്യൽ മീഡിയ വഴി നമ്മുടെ തെറാപ്പി അറിയാവും മിക്കവർക്കും. കാരണം നമ്മുടെ TDM ഹാളിലുള്ള സെക്രട്ടറിക്ക് തന്നെ അറിയാം, അതുപോലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ തെറാപ്പി ചെയ്യിപ്പിക്കുന്ന കാര്യം. കാരണം ബെഡ് റിഡൻ പേഷ്യൻസിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രായത്തിലും, അതായത് 50 വയസ്സിന് താഴെയുള്ള രോഗികളല്ല, ബെഡ് റിഡൻ പേഷ്യൻസ്, ആക്ഷൻ കേസസ് വരുമ്പോൾ അവരെ നമ്മൾ പോയി കണ്ട് അവരിൽ എന്തെല്ലാം പ്രോബ്ലംസ് കണ്ട് അവരുടെ സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ നോക്കിക്കൊണ്ടാണ് അവർക്ക് പറ്റാവുന്ന തെറാപ്പി, മെൻ്റലി ആണെങ്കിൽ മെൻ്റലി, ഫിസിക്കലി ആണെങ്കിൽ ഫിസിക്കലി എല്ലാ മൂവ്മെൻറ്റ്സും ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരലാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. സ്ലിം യോഗയിൽ കൂടെയും തെറാപ്പിയിൽ കൂടെയും ഏറ്റവും കൂടുതൽ നമ്മുടെ ദൗത്യം അതാണ്.
അതിപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്കൊരു ഇൻസിഡൻറ്റ്, 1-2 ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഒരു ബസ് ഇടിച്ചിട്ട് ഗുരുവായൂർക്ക് പോകുന്ന ലേഡിയെ ബസ് ഇടിച്ച് ബസ്സായിട്ട് പുള്ളിക്കാരിയെ ചളുങ്ങിപ്പോയി, ബോഡി അങ്ങനെ ഡാമേജായി ബെഡ് റിഡനായി കിടക്കുന്ന പുള്ളിക്കാരി 3-4 മാസം കൊണ്ട് നമുക്ക് പഴയ ജീവിതത്തിൽ കൊണ്ടുവരും, സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ആവുകയും 1-1.5 വർഷത്തിനുള്ളിൽ സ്വന്തം മകൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഇവിടെ നമുക്ക് തോന്നുന്ന ഒരു പ്രധാന സംഗതി, ഈ രോഗിക്കൊരു ആത്മബലം കൊടുക്കുക കൂടിയാണ് യോഗ ചെയ്യുന്നത്. മരുന്നുകൾ ഇനിയിപ്പോൾ ഉണ്ടാവാം എങ്കിൽ പോലും അവർക്ക് മനസ്സുണ്ട്. യെസ്, അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. ആദ്യം ഞാനുണ്ട്, നമുക്ക് ശരിയാക്കാം. യോഗയിൽ കൂടെ അവരെ സക്സസ് ആക്കി എടുക്കും. അവരെ പഴയ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ഉണർവും എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ യോഗയിൽ പൂർണ്ണമായിട്ട് അവർ വിശ്വസിക്കുന്നു. എല്ലാവരും കൈവിട്ടവരെ ഞാൻ പോയി എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ കാണുന്ന ചാനൽ കാണുന്ന എല്ലാവരും ഒരു 50 വയസ്സിന് താഴെയുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് അവരെ മാക്സിമം അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. 10-25ഓളം പേഷ്യൻസിന് ഇപ്പോൾ നമ്മളിപ്പോൾ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്. ജീവിതത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരെ മാറി വേറെ പേഷ്യൻസിൻ്റെ അടുത്ത് പോകും. പിന്നെ അവർ തന്നെ സ്വയമായിട്ട് നടന്നു പോയിക്കോളും. അടുത്ത പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പോയിക്കോളും. ഇപ്പോഴും നമ്മളൊരു 3 പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു 26 വയസ്സുള്ളൊരു മോൻ ആക്സിഡൻറ്റ് പറ്റി, MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. ആക്സിഡൻറ്റ് പറ്റി വീൽ ചെയറിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് നടക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മളാക്കി പല ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പ്രാണായാമം ചെയ്യിപ്പിക്കും, ഫിസിക്കലി ചെയ്യിപ്പിക്കും, ഫിറ്റ്നസ് മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കും. ഏത് അവയവ വീക്കെന്ന് ആ വീക്കിന് മാത്രം വർക്കൗട്ട് ചെയ്ത്, നമ്മുടെ കയ്യിൽ ബോഡി എന്നൊരു ടൂളാണ്, ആ ടൂളിനെ മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ആ വ്യക്തിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. സാധാ ഒരു വ്യക്തി ചെയ്യുന്നതിൻ്റെ ഇരട്ടി വർക്കൗട്ട് ഇവർ ചെയ്യും. ഇവർക്ക് ജീവിക്കണം. മറ്റവർക്ക് അതല്ല, ഫിറ്റ്നസ് മാത്രം മതി. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത് മിക്കൊരു ഫിറ്റ്നസ്സാണ്. പക്ഷേ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഇവർ യൂസ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇവർക്ക് എഫക്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് മീഡിയക്കാർക്ക് പൊതുവെ വളരെ ശ്രദ്ധേയമായ താല്പര്യം തോന്നിയ സംഗതിയാണ്, ജനറൽ ആശുപത്രിയിൽ പ്രത്യേക വിഭാഗമായി താങ്കൾ ഈ തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്, യോഗ പരിശീലനം കൊടുക്കുന്നുണ്ട്. 22 വർഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം എക്സ്പീരിയൻസ് ആണ് ഈ 22 വർഷത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാനൽ കാണുന്നവർ തന്നെ മദ്യപാന രോഗം മാറ്റാൻ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരും. വെറുതെ ഒരു OP ടിക്കറ്റ് എടുത്താൽ മതി. പ്രമുഖരായ ഡോക്ടറും സൂപ്രണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അവരൊക്കെ നമ്മുടെ ഇപ്പോൾ മദ്യപാന രോഗികളെ മിക്കവരും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താറാണ് പതിവ്. ഞങ്ങൾ കൈകോർത്ത് ഇവരെ തോളത്ത് കൈയിട്ടിട്ട് ഇവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ, ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ കൂടെ, ഡോക്ടേഴ്സ് ഗ്രൂപ്പുണ്ട്, നഴ്സും ഗ്രൂപ്പുണ്ട്, സൂപ്രണ്ടൊക്കെ നല്ല സപ്പോർട്ട്. അവരൊക്കെ ഗെയിംസിൽ കൂടെയൊക്കെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഗെയിംസ്, ഷട്ടിൽ, എന്ത് വേണമെങ്കിലും ഓപ്പൺ ജിമ്മ് പോലെ അവിടെ ചെയ്യിപ്പിക്കുന്നു. അതായത് അടച്ചുപൂട്ടി ട്രീറ്റ് ചെയ്യില്ല, ഓപ്പണായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ് റാഞ്ച് ഹോസ്പിറ്റലിൽ ചെയ്യിപ്പിക്കുന്നത്. ഒരുപാട് സക്സസ് ആയിരുന്നു. ഒരു 100 പേര് വന്നാൽ 75% പേഷ്യൻസും സക്സസ് ആവും. പിന്നെ അവർ സ്ലിപ്പായി വീണ്ടും അവർ 100%ത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. ആ ഒരു ടീം വർക്ക് ഉണ്ട് ഞങ്ങൾ. ആ ടീം വർക്ക്, അതെ, നല്ല ടീം വർക്ക്. അതെ, ഗ്രൂപ്പ് അവരെ സമൂഹം പോലെ അവർ തള്ളി മാറ്റും. അവരെ ഞങ്ങൾ കൈകോർത്ത് സ്വന്തം വീട് പോലെ, സ്വന്തം സഹോദരൻ, മക്കളെ എന്ന് വിളിച്ചിട്ടാണ് ഞാനൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പേഷ്യൻസ്, സൈക്കാട്രി പേഷ്യൻസ് ഉണ്ടാവാം, ഒരു ടീനേജ് സ്റ്റുഡൻസ് ഉണ്ടാവാം, പിന്നെ ആൽക്കഹോളിക് അനോണിമസ് ഉണ്ടാവാം, പല പേഷ്യൻസ് ഉണ്ടാവാം. അവരൊക്കെ നമ്മൾ സ്നേഹം കൊണ്ട് കൈകോർത്ത് നമ്മൾ വിജയിപ്പിച്ചെടുക്കും, ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഇതിന് മറ്റു വശം കൂടി പറയാം. പൊതുവെ ഇത്തരത്തിൽ നല്ല രീതിയിൽ യോഗ നടക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാമെന്നുള്ളപ്പോൾ സെലിബ്രിറ്റികളും സ്വാഭാവികമായി വിളിക്കില്ലേ, ഫോറിനേഴ്സ്, അങ്ങനെയൊക്കെ. ഫോറിനേഴ്സ് നമ്മുടെ സ്ലിം യോഗയിൽ വന്നിട്ട് വർക്ക്ഷോപ്പ് പോലെ 2 ദിവസം 3 ദിവസമൊക്കെ ഒരു വർക്ക്ഷോപ്പ് പോലെ ചെയ്തു പോകാറാണ് പതിവ്. സ്ഥിരമായി നിൽക്കുന്നവർ കുറവാണ്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അവർ സ്ഥിരമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ 1 മന്തൊക്കെ നിന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് ചെയ്ത് ഈ ടെക്നിക്കൊക്കെ പഠിച്ച് അവിടെ മിക്കവാറും ഇന്ത്യയിലുള്ളവർ മാക്സിമം യോഗ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് യോഗ, പക്ഷേ ഉപയോഗിക്കുന്നത് ഫുള്ളും ഫോറിനേഴ്സാണ് മാത്രം. അപ്പോൾ അവർ ഇത് നമ്മുടെ ഇന്ന് ഉപരിപഠനങ്ങൾ കഴിഞ്ഞ് അവരിൽ നമ്മൾ ഷെയർ ചെയ്ത് പഠിച്ച് അവർ പുറത്തു പോയി നമ്മുടെ ഇത് പ്രചരിപ്പിക്കുന്നു. അത് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ചും കൂടി വന്നോളി, ഇപ്പോൾ അവെയറായി തുടങ്ങി ഇപ്പോൾ ആൾക്കാർക്ക്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കൊറോണ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ലങ്സ് ചുരുങ്ങുന്നു, ഹാർട്ട് വീക്കാവുന്നു. ഇവ യോഗയിൽ കൂടെ മാത്രമേ സക്സസ് ആവുള്ളൂ. 100% യോഗയിൽ കൂടെ മാത്രമേ ഇത് എക്സ്പാൻഷൻ നടന്ന് ഇവർ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.
സാധിക്കുള്ളൂ. ഈ പൊതുവെ നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി കാണുന്നത് ടൂറിസം മേഖലയിൽ സഞ്ചാര മേഖല പകരമായിട്ട് വികസിച്ച് വരുന്നുണ്ട്. അത്തരം ഭാഗത്തുനിന്ന് വിളിച്ചാൽ ശ്രീ രാജുവിന് അവിടെ പോയി അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാം. സംവിധാനം എവിടെ ഉണ്ടാക്കുന്നു അവിടെ ഞാനുണ്ട്. അവരെന്ത് യോഗയ്ക്ക് വേണ്ടി നമ്മുടെ ലൈഫ് മുഴുവൻ യോഗയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. യോഗ തെറാപ്പി ആയാലും യോഗ ക്ലാസ്സുകൾ, യോഗ അവെയർനെസ് ആണെങ്കിലും എന്തിനും ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നുണ്ട്. ഏത് രോഗത്തെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് യോഗയിൽ കൂടെ മാറ്റാൻ സാധിക്കും. അതാണ് ഗുളികയായിട്ട് വന്ന ആൾക്കാർ ഗുളികയില്ലാതെ പോകുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് ടൂളിനെ കൊണ്ട് തന്നെ ഇപ്പോൾ പാങ്ക്രിയാസ് ഫംഗ്ഷൻ തന്നെ നടന്നാൽ തന്നെ ഷുഗർ മാറുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡ് ശരിക്കും ഫംഗ്ഷനായാൽ തന്നെ തൈറോയ്ഡ് മാറുന്നു. അങ്ങനെ പല പല രോഗങ്ങൾക്കും ഇതിൽ ചികിത്സയുണ്ട്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് പറ്റും. പിന്നെ സ്പൈനൽ കോഡ്. മറ്റൊന്ന് എനിക്ക് ഇതുപോലെ തോന്നുന്നു, സ്കൂളുകൾക്കും പ്രത്യേകിച്ച് പോയി ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് അറിയാം. എങ്ങനെയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഈ യോഗയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ സ്ട്രെസ് ലൈഫാണ്. അതായത് നമ്മളൊക്കെ പാടങ്ങളിൽ കളിച്ച് വളരണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ റൂമുകളുടെ ഉള്ളിലും അവർക്ക് സ്വാതന്ത്ര്യം കാണുന്ന മൊബൈൽ റൂട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഇപ്പോഴത്തെ കുട്ടികൾ ആ റൂട്ട് അനുസരിച്ചാണ് പല പല കുഴികളിൽ പോയി വീഴുന്നത്. നമ്മൾ യോഗ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീഡം മൈൻഡിന് സ്ട്രെങ്ത് കൊടുക്കുന്നു, ശരീരത്തിന് സ്ട്രെങ്ത് കൊടുക്കുന്നു, ഫോക്കസിങ് മൈൻഡ് പെർഫെക്റ്റ് ആക്കുന്നു. അതൊക്കെയാണ് നമ്മൾ സ്കൂൾസിൽ ഞാൻ അല്ലമേലിൽ ചെയ്യിപ്പിക്കുന്നത്. അത് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട ഫ്രീഡം. അവർക്ക് ചിരിക്കാൻ സാധിക്കും. നമ്മളെന്ത് അട്ടഹസിച്ച് ലാഫിങ് സെക്ഷൻ ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കുട്ടികളൊരു 10 minutes എങ്കിലും ചിരിക്കും. അവിടെ ചിരിക്കാൻ വേണ്ടി തന്നെ സെക്ഷൻ ഇടും. അവർക്ക് ഫ്രീഡമായിട്ട് സംസാരിക്കാനും, അവർ കൂവാൻ പഠിപ്പിക്കില്ല, അറിയില്ല. അവർ ഓപ്പണായിട്ട് ചിരിക്കാനും സന്തോഷിക്കാനും അവരുടെ മനസ്സ് ഓപ്പണാക്കാനും ബ്രെയിനിൻ്റെ എല്ലാ ഓർഗൻസും ഫങ്ഷൻ ആവാനുള്ള എല്ലാ ടെക്നിക്കും. ഓങ്കാരം വളരെ വിശേഷമാണ് കുട്ടികൾക്ക്. പ്രൈമറി സെക്ഷൻസ് കുട്ടികൾക്ക് ഏറ്റവും വിശേഷമാണ്. കുട്ടികളൊന്നും ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കും. നമ്മൾ ചെയ്യിപ്പിച്ചാൽ നല്ല വിഷയം. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാ മീഡിയയും പൊതുവേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പോടെ കാണുന്നതാണ് ഡ്രഗ്സിൻ്റെ വരവ്. പല രീതിയിൽ കേരളത്തിൻ്റെ പല ഭാഗത്ത് സ്കൂളുകൾ, കോളേജുകൾ എങ്ങനെ നേരിടാം? ലഹരി ഒരു യോഗയാക്കി മാറ്റാൻ കഴിയില്ലേ ശ്രമിച്ചാൽ? നമുക്കിപ്പോൾ ലഹരിയാണ് യോഗ. അതേപോലെ ഇത് കാണുന്നവർക്ക് ഞാൻ മദ്യപാന യോഗിയാണോ, ഞാൻ ലഹരിക്ക് അടിമയാണെന്ന് സ്വയം അഡ്മിറ്റ് ചെയ്താൽ അവർക്ക് അപ്പം തന്നെ ഫസ്റ്റ് സക്സസ് അതാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ രോഗിയായിട്ടാണ് യോഗിയായത്. അതേപോലെ ഞാൻ എൻ്റെ രോഗത്തെ അഡ്മിറ്റല്ല അവർക്ക് ഫസ്റ്റ് സക്സസ്ഫുള്ളാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാവും. ഈ നെഗറ്റീവ് എനർജി കയറാതെ പോസിറ്റീവ് എനർജിയെ സക്സസ് ആക്കി എടുക്കാൻ യോഗയ്ക്ക് സാധിക്കും. ഓരോ ഓർഗൻസും നമ്മുടെ സൂപ്പറായിട്ട് ഫങ്ഷൻ ആവുമെങ്കിൽ നമ്മുടെ എല്ലാ റെസൊണൻറ്റ് ഫ്രീക്വൻസിയും പെർഫെക്റ്റ് ആവുന്നു. ബ്രെയിനിൻ്റെ കറക്റ്റ് ഫോക്കസിങ് വേണ്ട എന്ന് പറയുമ്പോൾ നോ പറയാൻ സാധിക്കണം. അപ്പോൾ യെസ് പറയേണ്ടത് യെസ് പറയാൻ സാധിക്കണം. നല്ലത് കണ്ടുപിടിച്ചാൽ നല്ലത് ചെയ്യാൻ സാധിക്കണം. അതിനൊക്കെ യോഗയ്ക്ക് നമുക്കൊരു ഫിൽറ്ററാണ്. യോഗ എന്നൊരു ഫിൽറ്ററാണ്. ആ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്താൽ, നമ്മുടെ ഫിൽറ്റർ യൂസ് ചെയ്യാറില്ല, ആ ഫിൽറ്റർ യൂസ് ചെയ്താൽ യോഗ എന്ന് സക്സസ് ചെയ്യാൻ പറ്റും. ജനറൽ ഹോസ്പിറ്റലിൽ വന്നോളൂ, ഇത് കാണുന്ന എല്ലാവരും ജനറൽ ഹോസ്പിറ്റലിൽ വന്നോളൂ. അവിടെ ഒരു OP ടിക്കറ്റ് മാത്രമേ ഉള്ളൂ, അവർ സക്സസ് ആക്കി എടുത്തിരിക്കും. നമ്മൾ ആ ടീം വർക്ക്, ആ നെറ്റ്വർക്ക് എനിക്കിപ്പോഴും ഉറപ്പാണ്. ഞങ്ങളുടെ സൂപ്രണ്ടായാലും ശരി, ഞങ്ങളുടെ സൈക്യാട്രി ഹെഡ് അജേഷ് സാറാണെങ്കിൽ ശരി, എല്ലാവരും ഞങ്ങൾക്കൊരു ടീം വർക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതാണ് അവർ ഏതൊരു ആൾ കാണുകയാണോ അവരെ പിറ്റത്തെ ദിവസം അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും. വിത്ത് 21 ഡേയ്സാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. ആ 21 ദിവസത്തിൽ അവർ സക്സസ് ആയിരിക്കും. ഓക്കെ. ഇതുപോലെ ഒരു സ്ഥാപനമായിട്ട് പനമ്പള്ളി നഗറിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അവർക്ക് ബോഡി ഷേപ്പിംഗ്, ബോഡി ടോണിങ്, അങ്ങനത്തെ ഷേപ്പിങ്ങനെ, പിന്നെ ഫേസിൽ വരുന്ന ഡബിൾ ചിന്ന് അതേപോലത്തെയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ആർട്ടിസ്റ്റുകൾ വരുന്നത്. ആർട്ടിസ്റ്റുകൾ ഷേപ്പിന് വേണ്ടിയാണ് മെയിനായിട്ട് വരുന്നത്. അവർ ഗ്ലോ നിലനിർത്താൻ. അല്ല, പനമ്പള്ളി നഗർ അതിനുവേണ്ടി പ്രത്യേകം എന്നുള്ളതുകൊണ്ടോ അതോ സ്ലിമ്മിങ് സെക്ഷൻസ് ഉണ്ട്, തെറാപ്പി സെക്ഷൻ എല്ലാം ഞാൻ തന്നെ ചെയ്യിപ്പിക്കുന്നത്. വേറെ ആർക്കും അതുപോലെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആസനാസ് ചെയ്യണ പോലെയല്ല. പലരും ഇപ്പോൾ 21 പേരുണ്ടെങ്കിൽ 21 പേർക്ക് 21 സെക്ഷനാണ് ഉണ്ട്. നമ്മളത് 21 പേർക്ക് കൂടെ നിന്ന് അവർക്ക് വേണ്ട ആസനാസ്, അവർക്ക് വേണ്ട പൊസിഷൻസ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്ത് അവരുടെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കും. ബ്രീത്തിങ് പൊസിഷൻസ്, ഓരോ പൊസിഷൻസ് എങ്ങനെ ചെയ്യണം എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്ത് അവരുടെ കൂടെ നിന്ന് ചെയ്യും. സ്ട്രെയിൻ ഉണ്ട്, പക്ഷേ എൻ്റെ പാഷൻ ഇതായതുകൊണ്ട് ഞാൻ സ്ട്രെയിൻ അറിയില്ല. അതെന്താണ് അതിൻ്റെ റിയാക്ഷൻസ് ഇതുവരെ പല തരത്തിലുണ്ടാകുമ്പോൾ? എന്താണ് ഇതുവരെയുള്ള ഒരു അനുഭവം? ഈ മേഖലയിൽ കടന്നു പോകുമ്പോൾ പലതരം ആൾക്കാർ, പല രീതിയിലുള്ള ജീവിത രീതികൾ, ഇതിനെങ്ങനെയാണ് സക്സസ്ഫുൾ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്, നമ്മുടെ പാഷനാണ്. അടുത്ത ജന്മം ഉണ്ടെങ്കിലും എനിക്ക് ഈ യോഗയും ഈ തെറാപ്പിയും സാധാരണക്കാരായ ജനങ്ങളും മതി. അവരിൽ സക്സസ്ഫുൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ബെഡ് റിഡൻ പേഷ്യൻസിനെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം, അവരുടെ പ്രാർത്ഥന,
അതാണ് ഏറ്റവും വലിയ സന്തോഷവും സമാധാനം. എനിക്ക് പേഷ്യൻസിനോട് നമ്മൾ ഇവരിൽ നിന്ന് ഫൈനാൻഷ്യലി സന്തോഷമല്ല കിട്ടുന്നത്, ആത്മസംതൃപ്തിയാണ് ഏറ്റവും വലിയ സക്സസ്ഫുൾ. കിടക്കുമ്പോൾ ഉറക്കം വരിക, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ചിരിക്കാൻ സാധിക്കുക, സംസാരിക്കാൻ സാധിക്കുക. ഒരു പേഷ്യൻറ്റിന് സാന്ത്വനം കൊടുത്താൽ അവരുടെ ഉള്ളിലൊരു ചിരി കണ്ടി, നമുക്കതാണ് ഫീസ്. അതെ 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 അതെ. ഇപ്പോൾ ശ്രീ രാജുവിൻ്റെ ഫാമിലി എങ്ങനെയാണ്? അവരെല്ലാം ഇതുമായിട്ട് കൂടി നിൽക്കുകയാണ്? ഫാമിലിയിൽ വൈഫ് ചിന്മയിലെ ടീച്ചറാണ്, യോഗ ടീച്ചറാണ്. മക്കൾ രണ്ടുപേരും യോഗ കംപ്ലീറ്റ് ചെയ്തതാണ്. അവരൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അവർ ചെറുപ്പം മുതലേ കണ്ട് വളരണതാണ്. അപ്പോൾ അവർ ഓൾറെഡി ഈ ഫീൽഡിലാണ് അവർ എല്ലാവരും. ഇവിടെ എറണാകുളം തന്നെയാണ് താമസം? എറണാകുളം ഗാന്ധിനഗർ തന്നെ താമസം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഇതിനുമായി ഇപ്പോൾ ലഹരിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും എല്ലാ കുട്ടികൾക്കുമൊക്കെ, കുട്ടികളെ വരെ ബാധിച്ചു തുടങ്ങിയെന്ന് കേൾക്കുന്നത്. ഇതിനൊരു പ്രോജക്റ്റ് സർക്കാർ മുന്നോട്ട് വെച്ചാൽ ശ്രീ രാജുവൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാനുള്ളത്? ആര് വിളിച്ചാലും, ആര് യോഗയ്ക്ക് വേണ്ടി മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുക്കാൻ പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ശ്രീ രാജു, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതായി തോന്നുന്നത് നമ്മുടെ കേരളത്തിലും പ്രധാനമാണ് IT മേഖല. ഒരുപാട് പേർ ഇരുന്ന് ഒരുപാട് സമയം ജോലി ചെയ്യേണ്ട ജോലിയുമാണല്ലോ. അത്തരം ആൾക്കാരുടെ റെഫറൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പറയാനുള്ളത്? നമ്മുടെ ഹ്യൂമൻ ബോഡി അരമണിക്കൂർ 1 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് നമ്മുടെ നിൽക്കരുത്, ഇരുന്ന് വർക്ക് ചെയ്യരുത്. കാരണം ഇരുന്നാൽ തന്നെ ബോഡി നമ്മൾ ശരിക്കും ബോഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ഇരിക്കും തോറും നമ്മുടെ ഒബിസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അവർ ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കില്ല. ആ ടൈമിൽ കഴിക്കാൻ വരുമ്പോൾ ഒരു ചായ കുടിച്ചിട്ടായിരിക്കുന്നു. അപ്പോൾ തന്നെ വീട്ടിൽ ബോഡിയിൽ വീണ്ടും കംപ്ലൈൻറ്റുകൾ സാധിക്കുന്നു. അവർക്ക് വയറ് ചാടുന്നു. അപ്പോൾ നട്ടലിന് L4 L5 ലോഡ് വരുമ്പോൾ തന്നെ നട്ടലിന് കംപ്ലൈൻറ്റ് വരുന്നു. പിന്നെ കഴുത്തിന് കൂടുതൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ കഴുത്തിന് സ്പോണ്ടിലൈറ്റിസ് കംപ്ലൈൻറ്റ് വരുന്നു. അവരുടെ എല്ലാ അവയവങ്ങൾക്കും കംപ്ലൈൻറ്റ്. അവരൊക്കെ 1 hour വർക്കൗട്ട് ചെയ്ത് ജീവനശൈലി രോഗത്തിൽ നിന്ന് മാറി 1 മണിക്കൂർ വർക്ക് മാറ്റി വെക്കണം. 1 hour ഒരു 5:30 6:30 മോർണിംഗ് എയർലി മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ അവർക്കൊക്കെ സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാവുള്ളൂ. ഏത് വിനോദത്തിലാണെങ്കിൽ യോഗ ചെയ്താൽ കുറച്ചുകൂടി സക്സസ് ആവുമവർക്ക്. 1 hour എങ്കിലും അവർ വർക്കൗട്ട് ചെയ്ത് മാറിക്കും. പിന്നെ ഉറക്കം 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അത് സാധിക്കുന്നില്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഒരു ദിനചര്യയുണ്ട്. ദിനചര്യ അനുസരിച്ച് പോവുക. രാവിലെ രാജാവിൻ്റെ അന്തി ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് രാജ്ഞിയുടെ അന്തി ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം ബഗറിൻ്റെ അന്തി. രാത്രി അത്താഴ പട്ടിണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരം സ്വയം ട്രീറ്റ് ചെയ്യുന്ന സമയം. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നടക്കില്ല, ആ ഡൈജഷന് നടക്കും. ഞാൻ ഇതിൽ വിട്ടുപോയ ഒരു കാര്യമാണ് തോന്നുന്നത്. ഭക്ഷണ ക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ? ഭക്ഷണം നമ്മൾ സസ്യബുക്കാണ്. ഹ്യൂമൻ ബോഡി സസ്യബുക്കാണ്. വെജിറ്റേറിയൻ ആവാൻ സാധിച്ചാൽ നന്നായി. ഇല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റമെങ്കിലും അവോയ്ഡ് ചെയ്യുക. ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റം എന്നിവ അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി മുക്കാൽ അസുഖം തുടങ്ങും. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു അസ്തം വെച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതാണ് നമ്മൾ ശീലിക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വയറിന് കാലി കൊടുക്കുക, ഒന്നും പിന്നെ കഴിക്കാതിരിക്കുക. അതാണ് രാവിലെ 5:30 ദ്രവരൂപത്തിലുള്ള ലിക്വിഡ് ഫുഡ്, ഫ്രൂട്ട്സ്, സാലഡ്സ് എന്നിവയ്ക്കാവും. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി അതേപോലത്തെ ഭക്ഷണങ്ങൾ ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുക. യോഗ ചെയ്യുമ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് യോഗ ചെയ്യാനും പാടുള്ളൂ. 5:30 മണിക്കോ 5 മണി തൊട്ട് 6 മണി വരെ വർക്കൗട്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ബാലസൂര്യൻ എന്നാണ് പറയുന്നത്. രാവിലെ പിന്നെ വൈകുന്നേരം 4:30 കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് വർക്കൗട്ടിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് യോഗ ചെയ്യേണ്ടത്. ഫിറ്റ്നസ് എല്ലാം ചെയ്ത് യോഗയ്ക്ക് മാത്രമാണ് അങ്ങനെയുള്ളൂ. മറ്റെല്ലാവർക്കും ടൈം ഏത് സമയമുണ്ട്. യോഗയ്ക്കൊരു സമയവും ചിട്ടയും എല്ലാം ഉണ്ട്. സ്ഥിരം സുഖം ആസന എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രോഗിയാണോ ആ രോഗിയുടെ സിറ്റുവേഷനിൽ യോഗ ചെയ്യുന്നു, പിന്നെ യോഗയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന പല സിസ്റ്റങ്ങളും. ഇത് വളരെ സന്തോഷമുണ്ടാക്കുന്ന, വളരെ എനർജറ്റിക്കലായ ഒരു തുടർച്ചയാണ് ഇതിനകത്ത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യം, ഇത് അദ്ദേഹത്തിന് നൽകുന്ന സന്തോഷം കൂടിയാണ്. സാമ്പത്തിക ഘടകം മാത്രമല്ല, സന്തോഷം കൂടിയാണ് സ്ലിം യോഗയുടെ ഒരു വിജയത്തിനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇത്തരമൊരു ശ്രമം ഉണ്ടെങ്കിൽ ശ്രീ രാജീവിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും നിമിഷം ഞങ്ങളോടൊക്കെ ഇത്രയും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം.